ശരിക്കും ഈ സജനയ്ക്ക് എൻ്റെ അടുത്തുണ്ടായ ഇഷ്യൂ എന്ന് പറയുന്നത് റസുൽ പൂക്കുട്ടി സജന രണ്ടുപേര് തമ്മിലുള്ള ബന്ധം, അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ബന്ധം, അത് സമൂഹ മാധ്യമങ്ങളിൽ അവർ തന്നെ പബ്ലിഷ് ചെയ്തിട്ട് സജന തന്നെ പബ്ലിഷ് ചെയ്തിട്ട് ആ വിഷയം സോഷ്യൽ മീഡിയ ചർച്ചയായ സമയത്ത് അതിൽ നിന്നൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കരുവാക്കിക്കൊണ്ട് ഈ വിഷയം അവരെനിക്കെതിരെ ഇട്ടത്. അതിനൊരു റീസൺ ഉണ്ടായത് റസുൽ പൂക്കുട്ടിയുടെ ഭാര്യ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നത്തെ പറ്റിയിട്ടും അവർക്കൊപ്പമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള സ്റ്റാൻഡ് ഞാൻ എടുത്തതിന്റെ പേരിലാണ് എനിക്ക് ഇത്രയും വലിയൊരു അലിഗേഷൻ ഉണ്ടായത്. അവരുടെ പ്രൈവസികളിൽ ബന്ധപ്പെടുന്ന ഒരാളെ അല്ല ഈ റസുൽ പൂക്കുട്ടി എന്ന് പറയുന്ന ആള്. ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കുക, അവർ പലതരത്തിലുള്ള മാനിപ്പുലേഷൻ കാണിക്കുക, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർ പെട്ടെന്നൊരു സഹായം എന്നുള്ള നിലയിലാണ് നമ്മളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാത്രമാണ് ഈ സ്ത്രീയായിട്ടുള്ള എനിക്കുള്ള ബന്ധം പോലും നടക്കുന്നത്. ഇവര് ആദ്യം തുടങ്ങുന്നത് ഇവരുടെ അക്കൗണ്ട് ഹാക്കായി എന്ന് പറഞ്ഞ ഒരു 9 weeks പ്രഗ്നൻസിന്റെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിന്റെ പുറകിൽ ഇവർ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. അതൊരു കള്ളപ്പരാതിയാണ്. അത് മുഖ്യമന്ത്രിയോട് തന്നെ കണ്ട സമയത്തും സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ അവർ തന്ന പരാതിന്മേൽ സാർ അന്വേഷണം നടത്തണമെന്ന്. കാരണം എന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ട് ഹാക്കായെന്നും അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ചതിക്കുകയാണെന്നും പറഞ്ഞാണ് അവർ പരാതി കൊടുത്തത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അത്ര വലിയൊരു ഫേക്കാണ് ആ സ്ത്രീ കാണിച്ചിട്ടുള്ളത്. ഒരാളും വന്ന് പറയില്ലല്ലോ സാർ ഞങ്ങൾക്കെതിരെ കൊടുത്ത പരാതി സാർ സ്റ്റാൻഡ് ഓൺ ചെയ്യണം. ഞാൻ പറഞ്ഞു സാർ അവർ തന്ന പരാതി അത് കാണിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ പറഞ്ഞു അവരുടെ അക്കൗണ്ട് ഹാക്കായത് തിരിച്ചു പിടിച്ചു കൊടുത്തത് ഷാലു എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞു. അപ്പം അവരും അതെങ്ങനെയാണ് തിരിച്ചെടുത്ത് കൊടുത്തത് എന്നുള്ളത് പറയാൻ ബാധ്യസ്ഥയാണ്. അങ്ങനെ ഹാക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചാലോ നമുക്കറിയില്ലല്ലോ, അതെന്തായാലും നോക്കണം. അപ്പം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഓക്കെ ഇനിയുള്ളതെന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ മുമ്പിൽ സജിൻ ഒരു വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നായിരുന്നു. ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു ലേഡി ഏകദേശം കേരളത്തിൽ 48ഓളം സ്ത്രീകളുടെ പരാതികളും ടോട്ടൽ പരാതികൾ ഒരു 86ഓളം പരാതികൾ ഈ ഷഫീന ബീവി എന്ന് പറയുന്ന വ്ളോഗർക്കെതിരെ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതികളായിട്ടുണ്ട്. സൈബറിൽ മാത്രമല്ല ക്രൈം ഇട്ടിട്ടുണ്ട് ഈ സ്ത്രീക്കെതിരെ. ഈ സ്ത്രീ കേരളത്തിലെ ഒട്ടുമിക്ക മനുഷ്യരെയും പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ആരെ കിട്ടിയാലും വളരെ വൃത്തികെട്ട രീതിയിൽ അവരുടെ വീട്ടുകാരെ ചേർത്ത് തെറി വിളിച്ചുകൊണ്ട് മാത്രമാണ് ഇവര് സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്രസന്റും നടത്തുന്നത്. കുടുംബത്തിനകത്തുള്ള അച്ഛൻ, മക്കൾ ഇവരെയൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഇവരുടെ വൾഗാരിറ്റി ഇവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പല ആവർത്തി സൈബർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടും സൈബർ പോലീസിന് ഒന്നും ചെയ്യാൻ തന്നെ സാധിച്ചിട്ടില്ല ഈ സ്ത്രീകൾക്കെതിരെ. സൈബർ ലോകം ശക്തമല്ലാത്തതിന്റെ കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഈ സൊസൈറ്റിക്ക് മുമ്പിൽ സജിന കൊണ്ടുവന്ന ആ വോയിസ് റെക്കോർഡ് ഒരു മൈനർ ആയിട്ടുള്ള 17 വയസ്സ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ വോയിസ് റെക്കോർഡായിരുന്നു. ആ കുട്ടിക്ക് അബ്യൂസ് നേരിട്ടു എന്ന് പറഞ്ഞ് അവരുടെ ഭർത്താവിനെതിരെയുള്ള അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ആ വോയിസ് പബ്ലിഷ് ചെയ്തത്. ഇത് പബ്ലിഷ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ പേര്, ആ കുട്ടിയുടെ ഐഡന്റിറ്റി എല്ലാം വെളിപ്പെടുത്തുന്ന തരത്തിൽ ആ കുട്ടിയെ ഫോഴ്സ് ചെയ്ത് സംസാരിക്കുന്ന ഒരു റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ ആ ടൈമിൽ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള പല പരാതികളും CWCക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർ അന്വേഷണം എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. ആസ് എ സോഷ്യൽ റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ള നിലയിൽ എനിക്കത് ചെയ്യേണ്ടതായിട്ട് വന്നു. പ്രത്യേകിച്ച് എൻ്റെ വിഷയങ്ങളും കൂടെ നടക്കുന്ന സാഹചര്യത്തിൽ ഇത് പലതരത്തിലും നമുക്കെതിരെയും അലിഗേഷനായിട്ട് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ ഇതാക്കിയത്. ഇന്ന് ഞാൻ ഇവിടെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വന്ന് പൈസ കൊടുത്ത് ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു തരത്തിലും കള്ളപ്പരാതികളും കള്ള അലിഗേഷനുമായിട്ട് അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടും പെട്ടെന്ന് ആലോചിച്ച് പേടിക്കാതെ സധൈര്യം മുന്നോട്ട് വന്ന് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ നിരപരാധിത്വം നമ്മൾ തെളിയിച്ച് തന്നെ ഇവിടെ നിന്ന് പോകണം. അതാണ് നമ്മൾ ഇപ്പോഴത്തെ സാമൂഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നത്. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു.
നമ്മളെ ഭാഗ്യം കാണും.